കെ അനിൽകുമാർ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽകുമാർ, CPMന്റെ നേതാവായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുള്ള നിരവധി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ക്വിഡ് പ്രോക്കോയാണ്. അയ്യപ്പന്റെ മുതൽ കട്ടുകൊണ്ട് പോകാൻ സഹായിച്ചതിന്, കൂട്ടുനിന്നതിന് നല്ല നിലയിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി നേതാവ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇനിയും അദ്ദേഹത്തെ ചുമക്കേണ്ടതുണ്ടോ? ഒരു തെറ്റ് ചെയ്ത ഒരാളെയും ചുമക്കേണ്ട യാതൊരു ബാധ്യതയും CPM-ന് ഇല്ല എന്നുള്ളത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുറ്റവാളിക്കും ഒരു സംരക്ഷണവും നൽകില്ല എന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വസ്തുതകൾ പുറത്തു വന്നാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടികളിലേക്ക് പോകുമെന്ന് ഇന്നലെ തന്നെ ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കി. ഞങ്ങളുടെ മുന്നിൽ വസ്തുതകൾ ലഭ്യമാവുകയാണ് എങ്കിൽ അതനുസരിച്ച് നടപടി ഉണ്ടാവും. ഇപ്പോൾ അറസ്റ്റ് കഴിഞ്ഞിട്ട് ദിവസമായി, അപ്പോ ഇനി എന്ത് വസ്തുതയ്ക്കാണ് കാത്തു നിൽക്കുന്നത്? അതെ മനസ്സിലായി. വിശ്വാസക്കുറവുണ്ടോ? ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് SIT നടത്തിയ അന്വേഷണം ശരിയായ വഴിയിലാണ്. ഞങ്ങൾ അന്വേഷണത്തിന് പിന്തുണ നൽകുന്നു. എല്ലാ വസ്തുതകളും കണ്ടെത്തുന്നതിന് SITക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ബാധ്യതയാണ്. അതിനോടൊപ്പമാണ് പാർട്ടി നിൽക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ റെയ്ഡ് ചെയ്ത് രേഖകൾ കിട്ടിയെന്ന് പറയുന്നു. ആ വസ്തുതകൾ നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ പാർട്ടി അക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് പ്രതിയായിട്ടുള്ള പത്മകുമാർ ജയിലിലാണ്. 2, അയാളുടെ പേരിൽ കുറ്റപത്രം എന്ന നിലയ്ക്ക് സ്ഥാപിക്കുന്നതിനാവശ്യമായ തെളിവുകളുടെ ശേഖരണമാണ് നടക്കുന്നത്. ആ ശേഖരണ പ്രക്രിയ സർക്കാർ പിന്തുണയ്ക്കുകയാണ്, പാർട്ടി പിന്തുണയ്ക്കുകയാണ്. അല്ല ശാന്തികുമാർ, അതൊക്കെ ഇനി പൂർത്തീകരിച്ച് ജുഡീഷ്യറിയുടെ മുമ്പിൽ എത്തുന്നതുവരെയൊക്കെ കാത്തിരിക്കണം. ഇപ്പൊ മുരാരി ബാബു അറസ്റ്റിലാവുന്ന സൂചന കിട്ടിയതോടെ NSS എടുത്ത് വെളിയിലിട്ടു എന്ന് പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയാൽ അത്രയും നാണക്കേട് കുറഞ്ഞിരിക്കും. അതെ ഒന്നും ഞങ്ങൾക്ക് നാണക്കേടുണ്ടാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ നിയോഗിക്കുന്ന ഒരു വ്യക്തി അനുചിതമായ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തി പുറത്താവുക. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത് AI ആണ്, അടൂർ പ്രകാശ് പറയുന്ന പോലെ ഇത് AI ആണെന്ന് ഞങ്ങളാരും പറയില്ല. 2, പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയാൽ ഷാഫി പറമ്പിലും സംഘവും കടന്നാക്രമിച്ചതുപോലെ ഞങ്ങൾ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഒരാളും തിരിയില്ല. ഈ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് തെറ്റു ചെയ്തവരെ പുറത്താക്കാൻ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരുമിച്ച് നിൽക്കും. ഇതാണ് ഈ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഇക്കാര്യത്തിൽ പാർട്ടി നിയോഗിച്ച ഒരാൾ തെറ്റ് ചെയ്താൽ എന്നുള്ളതിലുപരി പാർട്ടി നിയോഗിച്ച 2 പേർ, 2 പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ്, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, 2 CPM-കാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. N വാസുവും പത്മകുമാറും. 2 പേരും നിങ്ങളുടെ പാർട്ടിയുടെ അതിന്റെ സംവിധാനങ്ങളുടെ ഒക്കെ ഭാഗമായി അങ്ങനെ പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇതിലൊരു തുടർച്ച കൂടിയുണ്ട്. ആരോ ഒരാൾ ചെയ്തതുമല്ല. പറഞ്ഞോളൂ. ഒരു പാനലിൽ നിന്നും ഹൈക്കോടതി തെരഞ്ഞെടുത്ത കമ്മീഷൻ പാർട്ടി നിയോഗിക്കപ്പെട്ട കാലത്ത് ഉള്ള ഒരു ക്രമക്കേടല്ല ഇൻവാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹം കമ്മീഷണറായിരുന്ന കാലത്തുള്ള ഒരു സംഭവത്തിലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. കേസുകളാണുള്ളത്. 2, അതിന്റെ അതിന്റെ കട്ടിളപ്പാടുകൾ. 3, അതിന്റെ വാതിൽ മാറ്റിയതുമായി ബന്ധപ്പെട്ട്. ഈ 3 കേസുകളിലും വ്യത്യസ്ത നിലകളിലാണ് ഓരോരുത്തരും പ്രതിസ്ഥാനത്തുള്ളത്. അവരെ ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. നിയമത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അങ്ങയുടെ ടെലിഫോൺ ലൈനിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേൾക്കുന്നില്ല.